ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ LPG വിതരണത്തിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 74 ദിവസത്തെ മൊത്തം കരുതൽ ശേഖരമുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും അത്തരമൊരു നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയിലില്ലെന്നും കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 13 ദിവസം. കേന്ദ്ര സംസ്ഥാന നേതാക്കളെ എത്തിച്ച് പ്രചാരണം ഊർജിതമാക്കാൻ മുന്നണികൾ. ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ യുവ പങ്കാളിത്തം ലക്ഷ്യമിട്ടുള്ള എൻ്റെ വോട്ട് എൻ്റെ ശക്തി ക്യാമ്പയിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് പകൽ ചൂട് ഉയരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL 19 സീസണിന് നാളെ ബംഗളൂരുവിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പെട്രോളിയം LPG വിതരണ സംവിധാനം പൂർണ്ണമായും സുരക്ഷിതവും നിയന്ത്രണ വിധേയവുമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യത്ത് 74 ദിവസത്തെ മൊത്തം കരുതൽ ശേഖരമുണ്ട്. ക്രൂഡ് ഓയിൽ, ഉൽപ്പന്ന ശേഖരം, തന്ത്രപരമായ സംഭരണം എന്നിവയുൾപ്പെടെ 60 ദിവസത്തേക്കുള്ള ശേഖരം സജ്ജമാണ്. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഇന്ധനം ഉണ്ടെന്നും രാജ്യത്ത് എവിടെയും പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി ഇന്ന് ചർച്ച നടത്തും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് യോഗം. സംസ്ഥാനങ്ങളുമായി ചേർന്ന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യും. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൗൺസിലിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഫ്രാൻസിൽ നടക്കുന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷാ കൗൺസിലിൻ്റെ സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമാണെന്നും ശ്രീ S. ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും അത്തരമൊരു നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയിലില്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ആഗോള സ്ഥിതിഗതി അസ്ഥിരമായി തുടരുന്നതിനായി സംഭവവികാസങ്ങൾ സർക്കാർ തത്സമയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്ധനം, ഊർജം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 13 ദിവസം മാത്രം. മത്സരചിത്രം തെളിഞ്ഞതോടെ പരസ്യ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. സമ്മതിദായകരെ നേരിൽ കണ്ടും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പങ്കെടുത്തും പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും പ്രചാരണം സജീവമാണ്. 16ാം നിയമസഭയിലേക്ക് അടുത്ത മാസം 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കളെ എത്തിച്ച് മുന്നേറുകയാണ് വിവിധ മുന്നണികൾ. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. പ്രചാരണത്തിനായി അദ്ദേഹം അടുത്ത മാസം 4 കോട്ടയത്തും തിരുവനന്തപുരത്തും എത്തുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും നാളെ കഴക്കൂട്ടത്ത് പ്രചാരണത്തിനായി എത്തും. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും വരും ദിവസങ്ങളിൽ UDF പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തും. തിരുവനന്തപുരം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. 105 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ ജനവിധി തേടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്. മത്സരചിത്രം തെളിഞ്ഞതോടെ തിരുവനന്തപുരം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നണികൾ കൂടുതൽ സജീവമായി. വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി 10 പേരാണ് ഇന്നലെ പത്രിക പിൻവലിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് 5 പേരും കാട്ടാക്കടയിൽ 3ഉം പാറശാലയിലും കോവളത്തും ഓരോരുത്തരും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജില്ലയിൽ ജനവിധി തേടുന്നത്. 11 സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉള്ളത്. 5 സ്ഥാനാർത്ഥികൾ വീതമുള്ള ചിറയൻകീഴും കാട്ടാക്കടയിലുമാണ് ഏറ്റവും കുറവ്. ഇത്തവണ വിവിധ മണ്ഡലങ്ങളിലായി 7 അപരന്മാരാണ് ജില്ലയിൽ ഉള്ളത്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, അരുവിക്കര, കോവളം, നെയ്യാറ്റിൻകര, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലും കടുത്ത മത്സരവുമായി ഇടത് വലത് NDA മുന്നണികൾ രംഗത്തുണ്ട്. പൊതുയോഗങ്ങൾ, റാലികൾ എന്നിവയ്ക്കൊപ്പം കുടുംബയോഗങ്ങളിലൂടെയും വീടുകളിലെത്തിയും തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് 14 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ.
ജനാധിപത്യ പ്രക്രിയയിൽ യുവാക്കളെ കൂടുതൽ പങ്കാളികളാക്കുന്നതിനുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി എൻ്റെ വോട്ട് എൻ്റെ ശക്തി ക്യാമ്പയിന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ നാളെ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. യുവജനങ്ങളിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുമായും ജനമൈത്രി പോലീസുമായും ചേർന്ന് എൻ്റെ വോട്ട് എൻ്റെ ശക്തി എന്ന സംസ്ഥാനതല പ്രചാരണ പരിപാടിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിക്കുന്നത്. തെരുവ് നാടകങ്ങൾ, ഫ്ലാഷ് മോബുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടത്തും. 18 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള 4,66,000 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 20-നും 29-നും ഇടയിൽ പ്രായമുള്ളവരും 4.5 ലക്ഷത്തിൽ ഏറെയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 29-ന്. പരിപാടിയുടെ 132-ാം പതിപ്പാണ് ഇത്. ദൂരദർശനും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ തുടക്കമാകും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. സംസ്ഥാനത്ത് പകൽ ചൂട് ഉയരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ പകൽ താപനില 38 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തേണ്ടതാണ്. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മാർക്കറ്റുകൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലായതിനാൽ ഫയർ ഓഡിറ്റ് ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം സൃഷ്ടിച്ച ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല നാളെ തിരുവനന്തപുരത്തെത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുടെ അതിഥിയായാണ് അദ്ദേഹം ലോക് ഭവനിൽ എത്തുന്നത്. തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂൾ സന്ദർശിക്കുന്ന ശ്രീ ശുഭാംശു ശുക്ല വിദ്യാർത്ഥികളുമായി സംവദിക്കും. ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി പെരുവരുത്തി മലനടയിലെ മലക്കുടി മഹോത്സവം ഇന്ന് സന്ധ്യയ്ക്ക് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഗ്രാമീണ ഉത്സവ അനുഭവങ്ങളും കെട്ടുകാഴ്ചകളുമാണ് മലനട മലക്കുട മഹോത്സവത്തിന്റെ സവിശേഷതകൾ. നാട്ടുവഴികളും കൈത്തോടുകളും താണ്ടിയെത്തുന്ന ചെറുതും വലുതുമായ കെട്ടുകാളകൾ, കൊയ്ത്തൊഴിഞ്ഞ വെൺകുളം ഏലയിൽ അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ കാഴ്ച ആസ്വദിക്കാൻ ജനസാഗരം തന്നെ ഉണ്ടാകും. പനപ്പെട്ടി, കമ്പലടി, പള്ളിമുറി, നടുവിലെ മുറി, വടക്കേ മുറി, അമ്പലത്തുംഭാഗം കരകളുടെ എടുപ്പുകുതിരകളും ഇടയ്ക്കാടുകരയുടെ കൂറ്റൻ എടുപ്പുകാളയും കൂടാതെ 300-ലധികം നേർച്ചക്കാളകളും കെട്ടുകാഴ്ചയുടെ ഭാഗമാകും. യുദ്ധം ജയിച്ചെത്തുന്ന കൗരവ പ്രധാനിയായ ദുര്യോധനനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് ഉത്സവ കാഴ്ചകൾക്ക് പിന്നിലെ ഐതിഹ്യം. ഇന്ന് ലോക നാടക ദിനം. നാടകവും സമാധാന സംസ്കാരവും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ കരിവെള്ളൂരിൽ ഇന്ന് വൈകിട്ട് നാടകക്കാരൻ എന്ന സംവാദം സംഘടിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1219 പോയിന്റ് താഴ്ന്ന് 74,065-ലും നിഫ്റ്റി 352 പോയിന്റ് കുറഞ്ഞ് 22,951-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 1,06,120 രൂപയും ഗ്രാമിന് 13,265 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ LPG വിതരണത്തിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 74 ദിവസത്തെ മൊത്തം കരുതൽ ശേഖരമുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും അത്തരമൊരു നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയിലില്ലെന്നും കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 13 ദിവസം. കേന്ദ്ര സംസ്ഥാന നേതാക്കളെ എത്തിച്ച് പ്രചാരണം ഊർജിതമാക്കാൻ മുന്നണികൾ. ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ യുവ പങ്കാളിത്തം ലക്ഷ്യമിട്ടുള്ള എൻ്റെ വോട്ട് എൻ്റെ ശക്തി ക്യാമ്പയിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് പകൽ ചൂട് ഉയരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL 19-ാം സീസണിന് നാളെ ബംഗളൂരുവിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.